പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് ചക്രങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചക്രങ്ങളിലെ ബ്ലോക്കുകളൊക്കെ മാറി ചക്രങ്ങളെ പ്രവർത്തനക്ഷമമാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു പ്രത്യേക മെഡിറ്റേഷനാണ് ഇതിലൂടെ പറയാനായിട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചക്രങ്ങളെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി ഹാബിറ്റിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്നാൽ അത് പലർക്കും അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചക്രങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടും ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചക്രങ്ങളെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി സെന്റേഴ്സ് ആണ്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള നമ്മുടെ എനർജി സെന്റേഴ്സിനെയാണ് നമ്മൾ ചക്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ നാഡികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചക്രങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള 7 ആധാര ചക്രങ്ങൾ എന്ന് പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം തുടങ്ങിയ 7 ആധാര ചക്രങ്ങളാണ്. ഈ 7 ആധാര ചക്രങ്ങളിൽ ഷഡാധാര ചക്രങ്ങൾ, അതായത് മൂലാധാരം തൊട്ട് ആജ്ഞ വരെയുള്ള ഷഡാധാര ചക്രങ്ങളാണ് നമ്മുടെ ഇട, പിംഗള, സുഷുമ്ന നാഡികളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഇട, പിംഗള, സുഷുമ്ന നാഡികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കേന്ദ്രങ്ങളെയാണ് നമ്മൾ ഈ 7 ആധാര ചക്രങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഷഡാധാര ചക്രങ്ങളും കൃത്യമായിട്ട് പ്രവർത്തനക്ഷമമാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ഭൗതികവും അതുപോലെ തന്നെ ശാരീരികവും മാനസികവും ആത്മീയമായ തലങ്ങളിൽ അയാൾക്ക് ഒരു സന്തുലിതാവസ്ഥയെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും ഒരു തലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല ആചാര്യന്മാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറിച്ച് നമ്മുടെ ശാരീരികമായ തലങ്ങളുമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ടും നമ്മുടെ ഗ്ലാൻഡുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചക്രങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്ലാൻഡുകളിൽ നിന്ന് പുറപ്പെടുന്ന ഹോർമോണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചതിന് ശേഷം അത് നമ്മുടെ ശാരീരിക മാനസിക വ്യവസ്ഥകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ചക്രങ്ങളെ ശാരീരികമായ തലത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭൗതികമായ തലത്തിൽ ചക്രങ്ങളുടെ എനർജി എങ്ങനെയാണ് സ്പ്രെഡ് ഔട്ട് ആവുന്നതെന്നും ആ എനർജി എങ്ങനെയാണ് ഭൗതികമായ തലത്തിൽ നമുക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളെ അടുപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഭൗതികമായ തലത്തിൽ ചക്രങ്ങളെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ആത്മീയമായ തലങ്ങളിലും ആത്മീയ ഉയർച്ച നേടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചക്രങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഈ 7 ആധാര ചക്രങ്ങളെയും പ്രധാന ചക്രങ്ങളായിട്ട് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള എനർജി കേന്ദ്രങ്ങളാണ്. അപ്പോൾ ആ എനർജി കേന്ദ്രങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജ്ജത്തെ നമ്മൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ നമ്മളിൽ നിന്നുള്ള എനർജിയെ നമ്മൾ അങ്ങോട്ടേക്ക് പ്രസരണം ചെയ്യുകയും ചെയ്യുന്നത് ഈ ചക്രങ്ങളിലൂടെയാണ്. അപ്പോൾ ചക്രങ്ങൾ കൃത്യമായ രീതിയിൽ പ്രവർത്തനക്ഷമമായിരിക്കുകയും ബാലൻസ്ഡ് ആയിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശാരീരിക, മാനസിക, വൈകാരിക തലങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക തലങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ജീവിത രീതി നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ചക്രങ്ങളിലെ എനർജി കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും ചക്രങ്ങളിലെ എനർജി ബാലൻസ് ചെയ്യാനായിട്ടും പല വിധത്തിലുള്ള പ്രാക്ടീസുകൾ പല മാർഗങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പം യോഗ മാർഗത്തിലാണെങ്കിലും തന്ത്രമാർഗത്തിലായാലും അതുപോലെ മറ്റ് ആത്മീയ സാധനങ്ങളുടെ മാർഗങ്ങളിലൊക്കെ പല രീതിയിൽ ഉള്ള പ്രാക്ടീസിലൂടെ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും ചക്രങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള വിദ്യകളെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചക്രങ്ങളുടെ ബീജാക്ഷരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് ഈസി ആയിട്ട് ചക്രങ്ങളെ നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ചക്രങ്ങളുടെ ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ അതിന്റെ സീഡ് മന്ത്രാസ് ആണ്. അതായത് ഓരോ ചക്രങ്ങൾക്കും അതായത് ചക്രങ്ങളുടെ എനർജി വൈബ്രേഷനും അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസിയും വെച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ശബ്ദത്തെ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ശബ്ദങ്ങളെയാണ് ബീജാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ബീജാക്ഷരങ്ങളെ ചാൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ചക്രങ്ങളെയും പ്രവർത്തനമാക്കുകയും അതുപോലെ തന്നെ ഓരോ ചക്രങ്ങളെയും ബാലൻസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബീജാക്ഷരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ ബീജാക്ഷരങ്ങളെ കൃത്യമായി ചാൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നമ്മുടെ ഒരു ശീലമാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചക്രങ്ങളെ പ്രവർത്തനമാക്കി നിർത്താനായിട്ടും അതുപോലെ തന്നെ ചക്രങ്ങളിലെ എനർജിയെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ ബീജാക്ഷരങ്ങളെ ചാൻറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് വർണ്ണവൈദ്യം ലഭിച്ചതിന് ശേഷമാണ് ആ ചക്രങ്ങളുടെ ബീജാക്ഷരം ചാൻറ്റ് ചെയ്യേണ്ടത്. എങ്കിലേ അതിൻ്റെ ഒരു പരിപൂർണമായ ഒരു എനർജി ലെവലിൽ നമുക്ക് ആ ബീജാക്ഷരങ്ങളെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത്തരത്തിൽ ദീക്ഷ എടുക്കാൻ കഴിയാത്തവർക്കും ഈ ചക്രങ്ങളുടെ ഈ ബീജാക്ഷരങ്ങളെ ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനർജി വൈബ്രേഷനിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ചക്രങ്ങളുടെയും ബീജാക്ഷരങ്ങളെ ഞാൻ പറയാം. ആ ബീജാക്ഷരങ്ങളെ ഒരു 7 തവണ വീതം, ഏറ്റവും കുറഞ്ഞത് ഒരു 7 തവണ വീതം ഓരോ ചക്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചക്രങ്ങൾ ഓരോന്നും പ്രദർശനമാവുകയും
അങ്ങനെ ആ എല്ലാ ചക്രങ്ങളും നമുക്ക് ബാലൻസ്ഡായി തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തമായ സന്തോഷകരമായ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോ ചക്രങ്ങളുടെയും ബീജാക്ഷരങ്ങളെയും ഓരോ ചക്രങ്ങളുടെ സ്ഥാനങ്ങളെയും ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സാധന ചെയ്യേണ്ടത് നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ആണ് ഈ ഒരു സാധന ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ധ്യാനം ചെയ്യാനായിട്ട് നിങ്ങൾ സ്വസ്ഥവും ശാന്തവുമായ ഒരു സ്ഥലം കണ്ടുപിടിക്കാം. അവിടെ വളരെ സ്വസ്ഥമായി ശാന്തമായി ഒച്ചയും ബഹളങ്ങളൊന്നും ഇല്ലാതെ ശാന്തമായി സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏത് ആസനത്തിൽ വേണമെങ്കിലും ഇരിക്കാം. നിങ്ങൾക്ക് ശരീരത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആസനത്തിൽ സുഖകരമായി ശാന്തമായി ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് പരിശീലിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ സുഖകരമായി ശാന്തമായി ഇരുന്നുകൊണ്ട് ഒരു 7 പ്രാവശ്യം ഡീപ് ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്യാം. അതിനുശേഷം കൈകളിൽ ചിന്മുദ്ര വെക്കാം. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ചുണ്ടുവെല്ലും തള്ളവെല്ലും കൂട്ടിപ്പിടിക്കുക, ബാക്കിയുള്ള വെല്ലുകൾ നിവർത്തി വെക്കുക. അങ്ങനെ കൈകളിൽ ചിന്മുദ്ര വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രാക്ടീസിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മൂലാധാര ചക്രത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. മൂലാധാര ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും അടിയിലായിട്ടുള്ള പെരേനിയം എന്ന് പറഞ്ഞ പ്രൊസസ്സിലാണ് മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാര്യങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് ആവർത്തന വിരസത തോന്നുന്നുണ്ടെങ്കിൽ ഈ ചക്രങ്ങളെ ബീജാക്ഷരങ്ങളെ മാത്രം അറിഞ്ഞിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ മൂലാധാര ചക്രത്തിലേക്ക് നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ലം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ ചാൻറ്റ് ചെയ്യുക. മൂലാധാര ചക്രത്തിന്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് ലം എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. ആ ഒരു ബീജാക്ഷരത്തെ ഏറ്റവും കുറഞ്ഞത് 7 തവണയോ അല്ലെങ്കിൽ ഒരു 21 തവണയോ അല്ലെങ്കിൽ ഒരു 108 തവണയൊക്കെ നമുക്ക് ചാൻറ്റ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ലം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ നിങ്ങൾ ചാൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധയെ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് കൊണ്ടുവരിക. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് വം എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. ആ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ വം ബീജാക്ഷരത്തെ ഈ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞത് 7 തവണയെങ്കിലും ചാൻറ്റ് ചെയ്ത് സ്വാധിഷ്ഠാന ചക്രത്തെയും പ്രദർശനമാക്കുക. അതിനുശേഷം പിന്നീട് വരുന്നത് നമ്മുടെ മണിപൂര ചക്രമാണ്. മണിപൂര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ നാഭിക്ക് 4 അംഗുലം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വാധിഷ്ഠാന ചക്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാഭിക്ക് 4 അംഗുലം താഴെയായിട്ടാണ്. അപ്പോൾ മണിപൂര ചക്രത്തിലേക്ക് വരിക. മണിപൂര ചക്രത്തിന്റെ ബീജാക്ഷരം എന്ന് പറയുന്നത് രം എന്ന് പറയുന്ന ബീജമന്ത്രമാണ്. ആ രം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ ചാൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മണിപൂര ചക്രത്തെ പ്രദർശനമാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അനാഹത ചക്രത്തിലേക്ക് വരിക. അനാഹതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ചക്രയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ സെൻട്രലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹാർട്ട് ചക്രയാണ്. ആ ഒരു ചക്രത്തിലേക്ക് ശ്രദ്ധ അർപ്പിക്കാം. അവിടെ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് അവിടെ അനാഹത ചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് യം എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. ആ യം ബീജാക്ഷരത്തെ ചാൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അനാഹത ചക്രത്തെയും പ്രദർശനമാക്കിയെടുക്കാം. ഓരോ ചക്രങ്ങളും പ്രദർശനമാകുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള എനർജിയുടെ വൈബ്രേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക അവസ്ഥയിലും നമ്മുടെ മാനസിക അവസ്ഥയിലും ഒക്കെ ആ ഒരു വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ നിന്ന് അനാഹതം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചക്രം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധി ചക്രമാണ്, ത്രോട്ട് ചക്രയാണ്. ആ വിശുദ്ധി ചക്രത്തിൽ അത് തൊണ്ടക്കുടിയിലാണ് ചക്രം സ്ഥിതി ചെയ്യുന്നത്. ആ വിശുദ്ധി ചക്രത്തിൽ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധി ചക്രത്തിന്റെ ബീജാക്ഷരമായിട്ടുള്ള ഹം ബീജാക്ഷരത്തെ നമുക്കിവിടെ ചാൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വിശുദ്ധചക്രത്തെയും നമുക്ക് പ്രദർശനമാക്കിയെടുക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇരുപുരിയങ്ങളിലെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആജ്ഞാചക്രമാണ്. ആജ്ഞാചക്രത്തിന്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഓംകാരം എന്ന് പറയുന്ന പ്രണവ മന്ത്രം തന്നെയാണ്. ഓംകാരത്തെ ചാൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആജ്ഞയെയും പ്രദർശനമാക്കിയെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സഹസ്രാര ചക്രമാണ്. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ നെറുകയിലായിട്ട് വരുന്ന സഹസ്രാര ചക്രമാണ്. സഹസ്രാര ചക്രത്തിന്റെ ബീജാക്ഷരം എന്ന് പറയുന്നത് അം എന്ന് പറയുന്ന ബീജമന്ത്രമാണ്. ആ അം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ ചാൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സഹസ്രാര ചക്രത്തെയും പ്രദർശനമാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 7 ആധാര ചക്രങ്ങളെയും പ്രദർശനമാക്കുമ്പോൾ ആ 7 ആധാര ചക്രങ്ങളും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തുകയും അങ്ങനെ ആ ഓരോ ചക്രങ്ങളുടെയും എനർജി ബാലൻസ്ഡ് ആവുകയും അങ്ങനെ ആ ഓരോ ചക്രങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നോ ആ തലങ്ങളിലൊക്കെ നമുക്ക് ചലഞ്ചസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷവും സമാധാനവും ഉള്ള നിറഞ്ഞ ഒരു ജീവിതം കൈപ്പിടിയിലാക്കുവാനായിട്ട് ഈ ചക്രങ്ങളുടെ ഈ ഒരു ബീജാക്ഷര ധ്യാനം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക, നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റുക. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലും ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൽ നിന്ന് ഈ ചക്രങ്ങളിലെ വർണ്ണമയ ദീക്ഷ എടുത്തുകൊണ്ട് വേണം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ സാധിക്കാത്ത ആളുകൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ബീജാക്ഷരങ്ങൾക്ക് സാധിക്കും. ഈ ബീജാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഫ്രീക്വൻസി ഉള്ളതാണ്. ആ പ്രത്യേകമായിട്ടുള്ള ഫ്രീക്വൻസിയിലാണ് അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ കുണ്ടലിനി മെഡിറ്റേഷൻ ഹീലിംഗ് റിട്രീറ്റിലാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ദീക്ഷ എന്ന് പറയുന്നത് ചക്രങ്ങളിലെ വർണ്ണമയ ദീക്ഷ
ദീക്ഷ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഹീലിംഗ് ദീക്ഷ കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ കുണ്ടലിനി ദീക്ഷ നൽകുന്നത്. അപ്പോൾ കുണ്ടലിനി ശക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ വളരെ വലിയ രീതിയിലുള്ള ആ ഒരു എനർജിയുടെ അറ്റ്യൂൺമെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ക്ലാസ്സിലേക്കൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസങ്ങളിലും ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അതിലേക്ക് വന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് വരാൻ സാധിക്കാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു യോഗ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തി ഇതുപോലെ ഒരു ചക്രങ്ങളിലെ വർണ്ണമയ ദീക്ഷ എടുത്തതിന് ശേഷം ഈ ഒരു സാധന നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ശീലമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് സ്വപ്നം കാണാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ആത്മീയ തലങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ എനർജി ഫ്രീക്വൻസിയെ നമുക്ക് ഒരു ഹയർ ലെവലിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അതിനെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സാധനാ മാർഗം നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.